നിന്നോട് അവൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒരു സമയത്ത് ന്യായീകരിക്കുന്നില്ല. പ്ലീസ് കൃഷ്ണ, എന്റെ മോള്. മാഡം, ഞാൻ ഗാദിയെ അന്വേഷിക്കുന്നത് ആത്മാർത്ഥതയോടെ തന്നെയാ. അതിനെക്കുറിച്ചൊന്നും മാഡം വിഷമിക്കണ്ട. നമുക്ക് അവളെ കണ്ടെത്താം. ഞാൻ വിളിക്കാം. മാഡം കരഞ്ഞോണ്ടാ സംസാരിക്കുന്നത്. അത് പിന്നെ മോള് പോയാൽ അമ്മ കരയില്ലേ? ആ, ഇങ്ങനെയാ നിനക്ക് എന്തെങ്കിലും പറ്റുമ്പോ നിന്റെ അമ്മ കരയുന്നത്. അത് മനസ്സിലാക്കണ്ടേ? മോളിക്കുട്ടി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എടി, അവൾ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോഴേ ആളുകളെ പിടിച്ചോണ്ട് പോയതല്ല, എന്നെ നിന്നെയും കൊല്ലാൻ വന്നപ്പോഴേ പിടിച്ചോണ്ട് പോയതാ. ഞാൻ മാത്രമായിരുന്നെങ്കിലേ ഏതെങ്കിലും വഴിക്ക് പൊക്കോട്ടെ എന്ന് ഞാൻ കരുതിയേനെ. ഇതിപ്പോഴേ നീ കിടന്ന് ബഹളം വെക്കുന്നതുകൊണ്ടാ, മനസ്സിലായോ? മോളിക്കുട്ടി, എങ്ങനെയില്ല അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. ഓ, അതിനല്ലേ ഈ ഓട്ടം മുഴുവനും. മൂർത്തി, അവള് പെടഞ്ഞു മരിക്കുന്നത് വരെ എനിക്ക് നോക്കി നിൽക്കണം. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടൂ. ഗോപാലേട്ടാ, നമ്മുടെ അവസാനം ഇതുപോലെ ആകൂ. ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും സുനന്ദേ. ഒരുപാട് നോക്കിയതല്ലേ നമ്മള്. തൂക്കിക്കൊല്ലും പോലും. ഗാഥ ശ്രീനിവാസനെ തൂക്കിക്കൊല്ലണെങ്കിലേ സത്യവതി ഇനിയൊരു ജന്മം കൂടി ജനിക്കണം. ഒന്ന് നിർത്തിക്കൂടെ ഈ അഹങ്കാരം? ചാകാൻ നേരത്തെങ്കിൽ ഈ അഹങ്കാരം പറച്ചിലൊന്ന് നിർത്തിക്കൂടെ? നിങ്ങളെപ്പോലെ പേടിച്ച് ചുരുണ്ട് കൂടുന്നവളല്ല ഞാൻ. എന്റെ മമ്മിയും എന്റെ മമ്മിയുടെ പണവും ഉള്ളിടത്തോളം കാലം ഞാൻ ഒന്നിനെയും പേടിക്കില്ല. പിടിച്ചോണ്ട് വാടാ. എന്നെ തൊട്ടു പോരുത്. നിർത്തടി. ചത്തു തൊലയുന്നതിന് മുൻപ് അവളുടെ ഒരു മുടിഞ്ഞ അഹങ്കാരം. ദുബായ്, തെളിവുകൾ ആദ്യം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ബാക്കിയായത് നീയാ. അവളുടെ ശ്വാസം ഒന്ന് നിലച്ചോട്ടെ, അത് കഴിഞ്ഞ് നിന്റെ ഊഴ. പിടിച്ചോണ്ട് വാടാ. എന്റെ കയ്യിന്ന് വിടറോ. വിട്, വിട്. എന്നെ പറയുന്നൊന്ന് കേക്കണോ? വിട്. പറഞ്ഞേ, എന്നെ വിടാൻ. വിട്. അയ്യോ, വിട്. എന്റെ കയ്യിന്ന് വിടാൻ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഞാൻ സ്വപ്നം കണ്ട സാമ്രാജ്യത്തിൽ എനിക്ക് ശല്യമായി വന്നവളാ നീ. എപ്പോ നീ എനിക്കെതിരെ ചിന്തിക്കാൻ തുടങ്ങിയോ, ആ നിമിഷം നിന്റെ മരണം തീരുമാനിച്ചിരുന്നതാ. കണ്ടോ നീ, ഇതാ നിന്റെ ശ്വാസം എടുക്കാൻ പോകുന്നത്. എന്നെ വിടാനല്ല.